ഇതിലെന്താന്ന് ചോദിച്ചാൽ ഒരു മൃഗം നമ്മുടെ ഫോറസ്റ്റിലെത്തി ഇറങ്ങിയാൽ അതിൻ്റെ ഇൻറ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് കിട്ടിയാൽ വളരെ ജാഗ്രതയോടുകൂടി അതിൻ്റെ പിറകെ പോയി അതിനെ പിടിക്കുകയോ അതിനെ ഒടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അതെന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്ക് തെളിയാറില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഷാജുവിനെ കുത്തിക്കൊന്ന ആന വന്ന് 2 ദിവസം മുമ്പേ അവർക്കറിയാം. പക്ഷേ ആന എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഈ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ഗുരുതരമായ കുറ്റം. ഉദ്യോഗസ്ഥന്മാർ വളരെ ജാഗ്രത പുലർത്തി അവർക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അന്വേഷിച്ച് ബന്ധപ്പെട്ട മൃഗത്തെ കണ്ടെത്തി അതിനെ ഒതുക്കുകയോ അതല്ലെങ്കിൽ അവനെ സംരക്ഷിക്കുകയോ എങ്ങനെയാണോ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക അത് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ശാപം. അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുന്നത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മന്ത്രിയാണ്. ഈ മന്ത്രി ഈ കാട് കണ്ടിട്ടില്ല. നമ്മളെ വനം വകുപ്പ് മന്ത്രി ഈ കാട് കണ്ടിട്ടില്ല. ഞാൻ വനം വകുപ്പ് മന്ത്രി ആയിരുന്നവനാ. ഞാൻ കാണാത്ത 1 ഇഞ്ച് വനം കേരളത്തിലില്ല. 1 ഇഞ്ച് വനം. ഈ മന്ത്രി എവിടെ പോയി? ഈ കൊലപാതകം മരണം മുഴുവൻ നടന്നു. ഇയാൾ വന്നോ? ആ വീട്ടിൽ പോയോ? ഒന്ന് ആശ്വസിപ്പിച്ചോ? എന്ത് മന്ത്രിയാണ്? എന്ത് സർക്കാരാണ്? സർക്കാർ പറയണ്ടേ മന്ത്രിയോട് പോകാൻ? അവർ ആശ്വസിപ്പിക്കാൻ പറയണ്ടേ? 10 ലക്ഷം ഉലുവ കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തിന്. ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ഒരു കേസിൻ്റെ അകത്ത് അജീഷിന് 10 ലക്ഷം രൂപ എന്തിനു മതി? 2 മക്കൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കാൻ എത്തുക കുട്ടികൾക്ക് 10 ലക്ഷം രൂപ? ഒരു സർക്കാർ ഒരു മര്യാദയില്ലേ? മനുഷ്യത്വം ഇല്ലേ? ആ മനുഷ്യത്വം എവിടെയാണ് കാണിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ ഫോറസ്റ്റ് മന്ത്രി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ രാജിവെച്ച് കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകണം. അതിന് ഇടതുപക്ഷ നേതൃത്വം മുൻകൈ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യക്ഷമത കുറവാണ്. അവരതിനെ പിടിക്കാനല്ല ശ്രമിക്കുന്നത്, കൊല്ലാനാണ്. അത് വളരെ കറക്റ്റാണ്. ഇപ്പം നമുക്ക് അതിനെ വെടിവെച്ച് മയക്കാം, അതിനെ പിടിക്കാം, അതിനെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കൂല. അതാണ് കാര്യം. ഞങ്ങൾക്ക് ഒന്നാ തീർന്നില്ലേ പണി? ആ പണിയൊക്കെ തീർത്തു. അത്രയേ ഉള്ളൂ. എളുപ്പ വഴി. അത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പവറാണ്. അവരുടെ കഴിവുകേടാണിത്. ആ കഴിവുകേടിനെ നമുക്ക് സഹതപിക്കുന്നതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല. മയക്കുവെടിയാണ് വെച്ചതെങ്കിൽ മരിക്കുമോ? അതിനെന്താ മയക്കെന്ന് പറഞ്ഞ പേര്? മയക്കുമരുന്നുള്ള വെടി വലിച്ചാൽ മരിക്കില്ല. അത് അബോധാവസ്ഥയിലേക്കാവുകയെ ചെയ്യുള്ളൂ, മരിക്കില്ല. മരിക്കുന്ന വെടി വേറെയാ. ഇപ്പൊ വെക്കുന്ന വെടി ഏതാണെന്ന് പരിശോധിച്ചാലേ മനസ്സിലാവും. അല്ല, ഞാൻ പറയുന്നില്ല അങ്ങനെ. എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാനാ കൊടുക്കുന്നത്? നിങ്ങൾ എന്നെ പറഞ്ഞ് കൂടുതലാക്കാൻ പോകുന്നു? പിന്നെ നിങ്ങളാ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മയക്കുവെടി വെച്ചാൽ മരിക്കില്ല.